എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മ വെറുതെ ഇരിക്കണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിയിലായിരിക്കും. അത് അന്നും അതെ ഇന്നും അതെ. അന്ന് വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ പ്രായമായില്ലെന്ന് പറഞ്ഞാലും അമ്മക്ക് ഇഷ്ടമല്ല. അത് അമ്മ നമ്മളെ കൂടെ പറ്റണമൊക്കെ ചെയ്യാൻ കൂടും. അമ്മക്കത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറ്റപ്പരയിലായിരുന്നു, ഓല വീട്. അപ്പോൾ അത് മേയാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ ഓല മടഞ്ഞെടുക്കണം. അതൊക്കെ എൻ്റെ ഒറ്റക്കാട്ടാ ചെയ്യുക. അത് കുറേ ചിലപ്പോൾ മാസങ്ങളെടുക്കും. എനിക്ക് നല്ല ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. അത് പിന്നെ ഈ ഒരു ഡിസംബർ മാസമുണ്ട്, അപ്പോൾ അവർ പറയുക അതിനെ ഓലവെട്ടും കാലം എന്ന് പറയും. ആ കാലത്ത് ആ ഒരു സമയത്ത് പിന്നെ തെങ്ങിന് ധാരാളം ഓല ഉണ്ടാവും അത്ര. അപ്പോൾ അത് പിന്നെ തേങ്ങ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഓലയും വെട്ടിയെടുക്കും. അപ്പോൾ നമ്മുടെ പറമ്പിലും അടുത്ത പറമ്പിലും ഒക്കെ ഉള്ള ഓലകൾ ഒരു പൈസ കൊടുത്ത് വാങ്ങിക്കും. എന്നിട്ടത് വെട്ടിക്കീറി ഇങ്ങനെ മടയും. അത് രാവിലെ അല്ല പകൽ മുഴുവൻ അകത്തും പുറത്തുള്ള പണിയായിരിക്കും ഉമ്മാക്ക്. അത്രയും പണിയാണ്. എന്നിട്ട് രാത്രി ഒഴിവ് കിട്ടുമ്പോൾ ഉമ്മാക്ക് ഇതായിരിക്കും പണി. എൻ്റെ ഓർമ്മയിൽ അത് എന്താ പറയുക, ഒരു അന്ന് അത്ര നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. ചുറ്റുഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അത്ര കഷ്ടപ്പാട് ഞാൻ ആർക്കും കണ്ടിട്ടില്ല. പിന്നെ പൈസ ഉള്ളവർ ഈ മടഞ്ഞ ആല വാങ്ങിക്കും. പക്ഷെ ഉമ്മ അത് സ്വയം ഏറ്റെടുത്തിട്ട് വീട് മേയാനുള്ള മുക്കാലോ എന്ന് പറയാം, മുക്കാലോ അത്ര അധികം വേണോ